Good evening, all. Welcome back to Crystal, and this is day 5 of our 30 days YouTube challenge. And today we are going to discuss research aptitude. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന് റീസെന്റ് ആയിട്ട് 2025 ചോദിച്ചിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസും ആ ട്രെൻഡ് അടിസ്ഥാനത്തിലോട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യനുമാണ് ഇന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. അപ്പൊ 2025 റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുന്നത് എക്സാമിനേഷന്റെ ട്രെൻഡ് നോക്കാൻ വേണ്ടി. അപ്പൊ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ സാധാരണ ആസ്പിറൻസ് നോക്കുന്ന കുറച്ച് കോർ ഏരിയാസ് ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഫോർ എക്സാമ്പിൾ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാറുള്ള പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നെറ്റ് കിട്ടുന്നത് പഠിപ്പിക്കാനാണെങ്കിൽ റിസർച്ച് കിട്ടുന്നത് നമ്മൾ ജാറഫ് കിട്ടിയവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഫീൽഡ് വരുന്നത്. അപ്പൊ അവർ കുറച്ച് ഇത് അറിഞ്ഞിരിക്കണം. അപ്പൊ റിസർച്ചിന്റെ ഫണ്ടമെന്റൽസ് അറിഞ്ഞിരിക്കണം, അപ്രോച്ച് അറിഞ്ഞിരിക്കണം, മെത്തേഡ് അറിഞ്ഞിരിക്കണം, പ്രോസസ് അറിഞ്ഞിരിക്കണം, അക്കാഡമിക് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം, ICT, റിസർച്ച് എത്തിക്സ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സാധാരണ ആസ്പിറൻസ് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിസർച്ചിന്റെ ഡിഫറെന്റ് മെത്തേഡുകളായിട്ടുള്ള ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ഫോക്കസ് ചെയ്യും. ഇതാണ് മെയിൻലി ഒന്ന് നോക്കുന്നത്. പിന്നെ റിസർച്ച് പ്രോസസ്സിൽ സാമ്പിളിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പൊതുവെ നോക്കി പോകാറുള്ളത്. അത് മാത്രം നോക്കിയാൽ പോരാ എന്ന് ഈ ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, തീസിസ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, റെഫറൻസിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം, അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നതിന്റെ കീഴിൽ വരുന്നുണ്ട്. APA, MLA, ചിക്കാഗോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനത്തെ ഇതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ഒരു തവണയെങ്കിലും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ മാർക്ക് നഷ്ടപ്പെടും. നഷ്ടപ്പെടുമോ? വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. വളരെ ആക്റ്റീവ് ആയിട്ട് തന്നെ കൂടെ ഉണ്ടാവുക. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് കൃത്യമായിട്ട് വായിച്ച് നിങ്ങൾ ആൻസർ ചെയ്തേ. സ്വന്തമായിട്ട് വായിക്കുക, ആൻസർ ചെയ്യുക. ഇത് വേണ്ടി നിങ്ങൾക്ക് 20 സെക്കൻഡ്സിന്റെ ടൈം ഞാൻ നൽകുന്നുണ്ട്. ഡു ഇറ്റ് റൈറ്റ് നൗ ഗൈസ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ഇത്ര സമയമൊക്കെ മതി അല്ലെ? അപ്പൊ ഇതിന്റെ ആൻസർ എത്ര പേര് കമന്റ് ചെയ്തിട്ടുണ്ട്? എല്ലാവരും കമന്റ് ചെയ്യണേ. കുറെ ആൾക്കാർ ലൈവില് വരും, എഴുതാതെ പോകും. എന്തിനാ പിന്നെ ലൈവിലേക്ക് വരുന്നത്? ഞാൻ ഇങ്ങനെ തന്നെ ചോദിക്കും. കാരണം നിങ്ങൾ ലൈവില് വരുന്നുണ്ടെങ്കിൽ മക്കളെ നന്നായിട്ട് എഴുതി പഠിച്ച് ചിന്തിക്കാൻ വേണ്ടി നോക്ക്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ആൻസർ എന്താണ്? ഈ ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ, നാലാണോ? എന്തായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത ടൈം കൺസ്യൂമിംഗ് ആണ്. നിങ്ങളുടെ ടൈം എടുത്ത് കൊണ്ടുപോകും. അപ്പൊ ചിന്തിക്കണം. അപ്പൊ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ് പഠിപ്പിച്ചു തരുന്നത്. ഈ മെത്തേഡ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് അപ്ലൈ ടു ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജി? ഇതാണ് നമ്മുടെ കീ ടേം. അപ്പൊ ഈ കീ ടേം ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ് എന്തായിരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജി എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ച ക്ലാസ്സിൽ പഠിച്ച ഒരാൾക്ക് ഇത് കിട്ടുള്ളൂ. അപ്പൊ രണ്ട് വിധത്തിലുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട് എന്നുള്ളത് അല്ലെ. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് ക്വാണ്ടിറ്റി എന്ന് പറയാം. അപ്പൊ കുറച്ചുകൂടെ റിജിഡ് ആയിരിക്കും നമ്പർ. എത്രയുണ്ട് നമ്പർ? എന്റെ നമ്പർ ഇന്ന തോന്നുന്ന ശരിയാവില്ല. നമ്പർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റിജിഡ് ആയിരിക്കും, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ക്വാളിറ്റേറ്റീവ് എത്ര ദിവസമായി? ഞാൻ വന്നിട്ട് ഏകദേശം കുറച്ച് ദിവസമായി. കാരണം അവിടെ ഏകദേശം കുറച്ച് ദിവസം എന്ന് പറയാൻ തെറ്റില്ല. കാരണം ക്വാളിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. നമ്പർ എന്നൊക്കെ പറയുന്നത് സ്പെസിഫിക് ആണ്. ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹ്യൂമനൈസിങ്, ഒപ്പീനിയൻ ബേസ്ഡ്, സെലക്റ്റീവ് മോഡാണ്, നോട്ട് ഒബ്ജക്റ്റീവ്. ഇവിടെ കുറച്ചുകൂടെ ഒബ്ജക്റ്റീവ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയും സെൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും. ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ദാറ്റ് റിസർച്ച് ഫോക്കസ് ഓൺ ദ ഹ്യൂമൻ എക്സ്പീരിയൻസസ്. ഇത്രയും കാലം താങ്കളുടെ കാട്ടിലെ വനവാസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒരു ടൂറിസ്റ്റിനോട് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ നമ്പർ അല്ല എടുക്കുന്നത്, അദ്ദേഹത്തിന്റെ ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്. ഒപ്പീനിയൻ, മീനിങ്സ്, ഫീലിംഗ്, പെർസെപ്ഷൻ, സോഷ്യൽ ബിഹേവിയർ, മീനിങ് ഓൾ ആർ സെലക്റ്റീവ്, നോട്ട് ഒബ്ജക്റ്റീവ്. സെലക്റ്റീവ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിലാണ് മുഴുവനും ക്വാളിറ്റേറ്റീവ് വരുന്നത് എന്നുള്ള ഒരു തീമാറ്റിക് ആയിട്ടുള്ള വളരെ ബേസിക് ലേണിംഗ് ഉണ്ടെങ്കിൽ, ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ട്രൈ ടു ഡു റൈറ്റ് നൗ. എംപരിസിസം, എംഫസിസം, ഡിസ്ക്രിപ്ഷൻ ഓഫ് വേരിയബിൾ. വേരിയബിൾ എന്താ മക്കളെ? വേരിയബിൾ എന്താ? വേരിയബിൾ ആണ് നമ്പേഴ്സ് എന്നാണ് അർത്ഥം. നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? കുറച്ചുകൂടെ ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ? നോട്ട് ക്വാളിറ്റേറ്റീവ്, ഇൻസ്റ്റഡ് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അപ്പൊ ക്വാളിറ്റേറ്റീവിന്റെ എല്ലാ വേരിയബിൾസ്. അപ്പൊ ബി ഉള്ളത് ഒഴിവാക്കാം. ബി ഉള്ളത് ഒഴിവാക്കിക്കേ. ആ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് രണ്ടെണ്ണത്തിലെത്തി. റാഷണലിസം, ലോജിക്കാണ്. ലോജിക്കിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്റെ ലോജിക്ക് ആകണം എന്നില്ല നിങ്ങളുടെ ലോജിക്ക്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, സിമ്പിൾ എക്സാമ്പിൾ പറയാം.
മുഹമ്മദ് സഫാൻ എന്ന 30 വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി എഴുതുന്നു. അപ്പൊ കുറെ ആൾക്കാർ വാവ് നല്ല കാര്യം, ശരിയായ തീരുമാനം എന്നൊക്കെ പറയും. അപ്പൊ അപ്പുറത്തെ ആൾക്കാർ 30 വയസ്സുകാരൻ എന്ത് ഓട്ടോബയോഗ്രഫി എഴുതാനുള്ള യോഗ്യതയുള്ളത്, എന്ത് ചിന്തിക്കാനുള്ള ബുദ്ധിയാണുള്ളത്, അവന്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞോ, ഇങ്ങനെ പല ക്രിറ്റിസിസം വരാം. അപ്പൊ രണ്ട് അഭിപ്രായങ്ങൾ തോന്നും. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാണ് നിങ്ങളുടേതാണ് ശരി എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ റാഷണലിസം, അപ്പൊ റാഷണലിസം എന്ന് പറയുന്നത് ആക്ച്വലി അത് ക്വാണ്ടിറ്റി അനലൈസ് ചെയ്യുന്ന ഒന്നാണ്, നോട്ട് ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ രണ്ടും സെലക്ട് ചെയ്യാൻ പറ്റണം. രണ്ടും സെലക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നില്ല. കാരണം റാഷണലിസം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോജിക്കലി ഉള്ളത് മാത്രമാണ്. ലോജിക്കൽ അല്ലാത്തത് എന്തില്ല, ക്വാളിറ്റേറ്റീവ് വരുന്നതാണ്. റാഷണലിസം എന്ന് പറയുന്നതാണ്. റാഷണലിസം എന്ന് പറയുന്നതാണ് ഒരാളുടെ ലോജിക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും ലോജിക്കൽ ആയിട്ടുള്ളതിനാണ് നമ്മൾ റാഷണലിസം കിട്ടുക. അതെവിടെ വരുള്ളൂ? അത് ക്വാണ്ടിറ്റേറ്റീവിലേ വരുള്ളൂ, നോട്ട് ഇൻ ക്വാളിറ്റേറ്റീവ്. സിംപ്ലി മനസ്സിലാക്കി വെക്കുക. റാഷണലിസം എന്ന് പറഞ്ഞാൽ ലോജിക്കലി ഏറ്റവും സൂട്ടബിൾ ആണ്, അത് ക്വാണ്ടിറ്റേറ്റീവിലാണ് വരിക, ക്വാളിറ്റേറ്റീവ് വരില്ല. അപ്പൊ ഇത് ഒഴിവാക്കാം, സി ഒഴിവാക്കി. സോ ഇറ്റ് സെൽഫ് യു ഗെറ്റ് ദ ആൻസർ എ ആൻഡ് ഇ ഓൺലി. എംപിരിസിസം വെറും പ്രാക്ടിക്കൽ അപ്രോച്ച് ആണ്. സി എന്താ, സ്ട്രക്ചേർഡ് റിജിഡ് മെത്തഡോളജി. റിജിഡ് ഉള്ള വാക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാക്കി അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അങ്ങനെ ഒഴിവാക്കാം. ആൻസർ എന്താണ്? സി. ഇങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാൻ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണോ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണോ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണോ, ഒന്ന് ചിന്തിച്ചേക്ക്. അതിനുവേണ്ടി 1 മിനിറ്റ് പോലും കുഴപ്പമില്ല, ബിക്കോസ് നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഇതാണ് നിങ്ങൾ എടുത്തിരിക്കേണ്ട പോയിന്റ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയുടെ ലൈവ് ലിങ്ക് എടുത്ത് സ്റ്റാറ്റസ് ആക്കണം. ഞാൻ നോക്കും നിങ്ങളുടെ വാട്സപ്പിൽ എത്ര പേര് എന്റെ സ്റ്റുഡൻസ് സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ടെന്നുള്ളത്. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചിന്തിക്കാനുള്ള ഒരു അപ്രോച്ചും അവസരവും എല്ലാം ഞാൻ തരുന്നില്ലേ. നിങ്ങൾ ഒന്ന് സ്റ്റാറ്റസ് ആക്കിയിട്ട് മാക്സിമം ആൾക്കാരുടെ എത്തിക്കേ. പലരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ പ്രോഗ്രാം നടക്കുന്നതിനെ കുറിച്ചും സീരിയസ്നെസിനെ കുറിച്ചും. നിങ്ങളല്ലാതെ എനിക്ക് ആരാ ഈ റിക്വസ്റ്റ് നടത്താനുള്ളത്? സോ ഡു ഷെയർ ഇറ്റ് റൈറ്റ് നൗ ഗൈസ്. ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്താ, ഷെയർ ചെയ്തോ വേഗം വേഗം. ഓക്കെ, ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഈ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വേരിയന്റ് ഓഫ് ദ ഹാർവാർഡ് സ്റ്റൈൽ ഓഫ് റഫറൻസിങ്? APA, ചിക്കാഗോ, IEEE, MLA അല്ലെ? കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഗോ ഫോർ വൺ. യു ആർ ഹാവിംഗ് 15 സെക്കൻഡ്. 15 സെക്കൻഡ് ഉണ്ട്, വായിക്കാൻ ആൻസർ ചെയ്യാം. ഓക്കെ ഓക്കെ ഫൈൻ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വേരിയന്റ് ഓഫ് ഹാർവാർഡ് സ്റ്റൈൽ ഓഫ് റഫറൻസിങ്? അപ്പൊ റഫറൻസിംഗ് നമ്മൾ പലപ്പോഴും കൊടുക്കാറുണ്ടല്ലേ, പല ബുക്കുകൾ, ഒഫീഷ്യൽ ബുക്കുകളൊക്കെ കാണുന്ന സമയത്ത് പല മെത്തേഡ് ഓഫ് റഫറൻസ് ഉണ്ടാവും. APA, ചിക്കാഗോ, IEML. ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. ഒരു ടിപ്പ് പറഞ്ഞുതരാം, എങ്ങനെയാണ് ഇത് പഠിക്കുന്നത്. 2 സ്റ്റേജിലുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരും. പക്ഷെ എനിക്ക് നിങ്ങൾ ഒറ്റ കാര്യം പ്രോമിസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിക്ക് ആണ് എന്ന് തോന്നുവാണെങ്കിൽ, സെറ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ, ഐ റിക്വസ്റ്റ് ഈച്ച് ആൻഡ് എവരി വൺ, ഇല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കും, ഇല്ലെങ്കിൽ ഞാൻ കണ്ണും കൂടി ക്ഷമിക്കും. ഈ വീഡിയോ ഷെയർ ചെയ്യാത്തവരൊക്കെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവട്ടെ, പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട് പോരെ. ചുമ്മാ പറയാതെ ശ്രമിക്കുന്നില്ല. എനി ഹൗ ഗൈസ്, ജസ്റ്റ് ഡു വൺ തിങ്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം ഓക്കെ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി സഹായിക്കണം എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ നടത്തുന്നുള്ളൂ. ശാപം കാര്യങ്ങളൊന്നുമില്ല. യു ആർ ഓൾ ആർ മൈ സ്റ്റുഡൻസ് എന്നുള്ള വിശ്വാസം കൊണ്ട് ഞാൻ പ്രൊസീഡ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതൊന്ന് പഠിക്കാം. ഇത് പഠിച്ചതിന് കുറച്ച് നമുക്ക് കുറച്ച് റെഫറൻസ് സ്റ്റൈൽസ് ഉണ്ട്. 1, 2, 3, 4, 5, 6. അപ്പൊ 6 ഉണ്ടെന്നുള്ള പഠിച്ചല്ലോ. ഇത് 6 ഉണ്ടെന്നുള്ള എന്തിനാ പഠിക്കുന്നതെന്ന് അറിയോ? നിങ്ങളുടെ മനസ്സിൽ റീകോൾ ചെയ്യുമ്പോൾ ഇത് കിട്ടാൻ വേണ്ടി 6 റെഫറൻസ് സ്റ്റൈൽ സാറ് പറഞ്ഞിട്ടുണ്ട് പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി. അതിന്റെ പ്രത്യേകത APA, ഹാർവാർഡ്, MLA, MPIല്ല, ചിക്കാഗോ, IEEE, വാൻകോവർ, ഈ 6 ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ മെയിൻ സൈറ്റേഷൻ പാറ്റേൺ. നമ്മളിപ്പോ ഇങ്ങനെ ഇതാണ് UGC നെറ്റ് എക്സാമിനേഷൻ. ദ മോസ്റ്റ് ക്രൂഷ്യൽ തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു ലേൺ. ഇവിടെ 1 കൊടുത്തിട്ടുണ്ടാവും. ഈ 1 എന്താണ്? വേറെ സൈറ്റേഷൻ ആണ്. ആരാണ്? സഫാൻ സാറ് പറഞ്ഞിരിക്കുന്ന എന്തോ ഒരു ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ബുക്ക് എങ്ങനെയായിരിക്കും? ആ ബുക്കിന്റെ ഓദർ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ ഇയർ ആയിരിക്കും. അങ്ങനെ ഓദർ ആൻഡ് ഇയർ പറയുന്ന 2 സെറ്റുകൾ മക്കളെ, അത് APAയും ഹാർവാർഡും മാത്രമാണ്. അതങ്ങ് പഠിക്കും. ഫോർ എക്സാമ്പിൾ, ശർമ്മ 2023, സഫാൻ സാർ 2026. അങ്ങനെ കൊടുക്കുക.
അപ്പൊ APA ഹാർവാർഡ് ഓതറും ഇയറും ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സൈക്കോളജി, എഡ്യൂക്കേഷൻ, സോഷ്യൽ സയൻസ് ഫീൽഡിലാണ് APA ഉപയോഗിക്കുക. സൈക്കോളജി, എഡ്യൂക്കേഷൻ, സോഷ്യൽ സയൻസ്. അപ്പൊ ഹിസ്റ്ററിക്കാര്, ജോഗ്രഫിക്കാര് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കുറച്ചുകൂടെ ഈ ഫീൽഡിലായിരിക്കും. ജനറൽ ആയിട്ടുള്ള അക്കാഡമിക് ആയിട്ട് നമ്മുടെ ഹാർവാർഡ് സ്റ്റൈൽ ഉപയോഗിക്കും. അപ്പൊ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഓതറും ഇയറും ആണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, അത് APA ഹാർവാർഡ് ആണ്. പബ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. APA പാരന്റിനെ വിളിക്കുന്ന പേരാണ് ഹാർവാർഡ് എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും ഏകദേശം സെയിം ആകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ കാര്യം നടന്നു. ഒന്നുകൂടെ പറയാണ്, APA ഹാർവാർഡ് ഓതറും ഇയറും ആയിരിക്കും മെയിൻ ഉണ്ടാവും. ഓക്കെ, സബ് ആൻസർ 2026 പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ അവിടുന്ന് പഠിച്ചാൽ മതി. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് നമ്മുടെ MLA. ഓക്കെ, MLA എന്ന് പറയുന്നത് ഓതറും പേജ് നമ്പറും. ഫോർ എക്സാമ്പിൾ, സഫ്വാൻ സാർ ഏത് ബുക്കിലാണ് പറഞ്ഞത്? ഏതോ ഒരു ബുക്കിൽ എത്രാമത്തെ പേജിലാണ്? 28ാമത്തെ പേജിലാണ് പറഞ്ഞത്. അപ്പൊ പേജ് നമ്പർ ആണ് വരുന്നെങ്കിൽ MLAയുടെ ഇത്രാമത്തെ MLA എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നമ്പർ ഉണ്ട്, MLAയിൽ നമ്പർ ഉണ്ട് എന്ന് ആലോചിക്കാം. ഓക്കെ, ലിറ്ററേച്ചറിലും ഹ്യൂമാനിറ്റീസിലാണ് വരുന്നത് നോ ഇയർ ഇൻ സൈറ്റേഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഫീച്ചർ. ഇയർ ഇല്ലേ, അത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ട MLA. അപ്പൊ ഇയറിൽ ഒന്ന് തരാണെങ്കിൽ APA ഹാർവാർഡ് ആകാനാണ് ചാൻസ് കൂടുതൽ. ഇനി ചിക്കാഗോ ഉപയോഗിക്കുന്നത് ഫുട് നോട്ടിന് വേണ്ടിയാണ്. ഓക്കെ, ഫുട് നോട്ടിന് വേണ്ടി ഇവിടെ ഒന്നെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജിന്റെ താഴ്ഭാഗത്ത് ഒന്നെന്ന് കൊടുത്തിട്ടുള്ള ഫുട് നോട്ടിൽ. ഓക്കെ, അവിടെയാണ് ചിക്കാഗോ വരുന്നത്. ഹിസ്റ്ററി ആർട്സിൽ ഉപയോഗിക്കുന്നതാണ്, ഫേമസ് ഫോർ ഫുട് നോട്ട്. അപ്പൊ ഫുട് നോട്ടിന് വേണ്ടിയാണ് ചിക്കാഗോ ഫുട് നോട്ട്സ് എന്ന് പഠിച്ചു വെക്കുക. പിന്നെ IEEE നമ്പർ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. വാൻകൂവർ നമ്പറാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് IEEE ഫോർ എഞ്ചിനീയറിംഗ്, വാൻകൂവർ ഫോർ മെഡിസിൻ. ഇതങ്ങ് പഠിച്ചില്ല, ഇത്രയേ ഉള്ളൂ. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നതാണ് IEEE. അപ്പൊ തന്നെ നോക്കിയ സ്ക്വയർ മോഡലാണ് നിൽക്കുന്ന ആലോചിച്ചാൽ മതി. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് വാൻകൂവർ റൺ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഒരു ലെവൽ ഓഫ് നോളജ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അതിനുള്ള ഏറ്റവും സിമ്പിൾ സ്റ്റഡി ടിപ്പ് ബേസ്ഡ് ടേബിൾ ആണുള്ളത്. ഇത് ക്ലിയർ ആണെങ്കിൽ ഒരു ബിഗ് യെസ്സില് നിങ്ങൾ എല്ലാവരും APA ഒന്നൊന്ന് കമന്റ്. ഇത് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഇത് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ കൂടെ ഒന്ന് പറഞ്ഞാൽ, ഒരു സമ്മറി വേർഷൻ കൂടെ പറഞ്ഞാൽ നോക്കട്ടെ നിങ്ങൾ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, ഫൈൻ. സോ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജസ്റ്റ് ലിസൺ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തരാൻ വേണ്ടി പോവാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് ഇതാണല്ലോ നിങ്ങൾക്ക് ആവശ്യം. പരീക്ഷയ്ക്ക് നിങ്ങൾ ഇതാണ് കാണുന്നത്, ഓതറും ഇയറും. എന്താണ് ഓതറും ഇയർ? എന്താ മക്കളെ? APA അല്ലെങ്കിൽ ഹാർവാർഡ് അല്ലെ. ഇനി ഓതർ പേജ് നമ്പറുമാണ് ആരാണ്? എത്രാമത്തെ MLA അല്ലെ. പിന്നെ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ IE അല്ലെങ്കിൽ ആ രീതിയിൽ. പിന്നെ അതേ സമയത്ത് മാത്തിന്റെ ആണെങ്കിൽ വാൻകൂവറിന്റെ കാര്യങ്ങൾ വരും. ഫുട് നോട്ടിൽ വരുന്നതാണ് ചിക്കാഗോയും വാൻകൂവറും. പക്ഷെ വാൻകൂവർ വരുന്നത് എവിടെയാണ്? മെഡിസിൻ ഫീൽഡിലാണ്. അങ്ങനത്തെ ഒരു സെൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത്രയും ഇൻഫർമേഷൻ പഠിച്ചല്ലോ. ഓക്കെ, ഇത്രയും ഇൻഫർമേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വേരിയന്റ് ഓഫ് ഹാർവാർഡ് സ്റ്റൈൽ ഓഫ് റെഫറൻസിങ്? പെട്ടെന്ന് കമന്റ് ചെയ്ത്, പെട്ടെന്ന്. എന്താണ് ഹാർവാർഡ് പാരന്റ് ആണെങ്കിൽ അതിനാരാണ് ഉത്തരം? APA അല്ലെ. നമ്മൾ പഠിച്ചു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വേണ്ടേ? ഇതിന്റെ ഉത്തരം എഴുതിക്ക്. വിച്ച് റെഫറൻസിങ് സ്റ്റൈൽ ഇസ് കോമൺലി യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്? ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയും, സാറേ പരീക്ഷയ്ക്ക് ഫുള്ള് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയൊന്നല്ല, ഈ ലെവൽ ഓഫ് ഇൻഫോർമേഷനിൽ നിന്നാണ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ഫൈനൽ ക്വസ്റ്റ്യന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദിസ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ. ഇത് വലിയ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഷെയർ ചെയ്യുന്നു വിചാരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.